ഒരു നിമിഷം കരങ്ങൾ കൂപ്പി മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരുന്ന് ദിവ്യകാരുണ്യ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കുന്ന നിമിഷം നിശ്ചയമായും തമ്പുരാൻ്റെ സ്നേഹവും സാന്നിധ്യവും നമ്മളെ നമ്മുടെ കുടുംബങ്ങളെയും വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കുന്ന നിമിഷങ്ങളാണിത്. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഒത്തിരി സ്നേഹത്തോടെ അൽത്താരയിലേക്ക് ഗാനത്തോട് ചേർന്ന് നമുക്ക് സ്വീകരിക്കാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ നിൻ സർവവുമായി. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ. അടിയനിതാ ദേവ, നിന്റെ സാന്നിധ്യത്തിൽ ഈ നിമിഷങ്ങളിലായിരിക്കാൻ നീ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, ഒത്തിരി വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, മനസ്സിൻ്റെതായ ഭാരമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരെ പോലെയാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലും. കർത്താവേ, ഈ നിമിഷങ്ങളിൽ നിന്റെ സാന്നിധ്യം കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിൻ്റെ ഒരു തലോടൽ, ഒരു സ്പർശനം ഈ നിമിഷം എനിക്ക് തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. നീ എൻ്റെ പാലകനും ഈശോയേ, നീ എൻ്റെ ആശ്വാസവും, എൻ്റെ ഈശോയേ, നീ എൻ്റെ മറവിടവും, ആമേൻ. നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ നിൻ സർവവുമായി. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. കരങ്ങൾ രണ്ടും കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി എല്ലാ മക്കളും ഈശോയെ ആരാധിക്കട്ടെ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കർത്താവാണ് ഈ അൽത്താരയിൽ. മോളെ, മോനെ, നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈശോ അൽത്താരയിലേക്ക് ഇറങ്ങി വന്നത്. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് ഒരു സമരിയാക്കാരിയെ നോക്കി നിന്ന കർത്താവ് ഇതാ ഈ അൽത്താരയിൽ എന്നെയും നിങ്ങളെയും നോക്കി നിൽക്കുന്ന സമയം. എന്നെയും നിന്നെയും സ്പർശിക്കാനായി, അനുഗ്രഹിക്കാനായി കടന്നു വന്നിരിക്കുന്ന സമയമാണിത്. നമുക്കൊരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി പിടിക്കാം. കണ്ണുകളെ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ, മോളെ, മോനെ,
നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും നിന്റെ ദുഃഖദുരിതങ്ങളും നിന്റെ ജീവിതത്തെ, കുടുംബത്തെയൊക്കെ ഈ ദിവസങ്ങളിൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുത്തേ. തോമാസ് ലീഹ പറഞ്ഞതുപോലെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉള്ളുകൊണ്ടെല്ലാ മക്കളൊന്ന് വിളിച്ച് കർത്താവിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും ഇതാ നമ്മളെ ഓരോരുത്തരെയും വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയമല്ലേ? നമ്മെ സ്വർഗത്തോളം കൈപിടിച്ചുയർത്താൻ ഇതാ ജീവിക്കുന്ന കർത്താവ് ഈ അൾത്താരയിൽ ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. കർത്താവെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധിയോടെ നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, നിന്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നിന്നെ വിളിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണുമ്പോൾ നിന്നെ കാണുന്ന കർത്താവിനെയാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ വേദനകൾ അറിയുന്ന ഒരു ദൈവത്തെയാണ് നീ കാണുന്നത്. നിന്റെ കണ്ണുനീരിനും നിന്റെ കരച്ചിലിനും ഉത്തരമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും പറഞ്ഞ ഒരു കർത്താവാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഈശോയോട് നിന്റെ മനസ്സും ഹൃദയവും നിന്റെ ജീവിതവും ഒക്കെ തുറന്നു വെച്ചെന്ന് പ്രാർത്ഥിച്ച് നിന്റെ ജീവിതത്തിന്റെ സകല ഭാരവും ഇറക്കി വെക്കാൻ സ്വർഗം തന്ന സമയമല്ലേ ഇത്? ആ പ്രതീക്ഷയോടും ആ പ്രത്യാശയോടും കൂടി മക്കളെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ബാറൂഖിന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ജെറുസലേം, നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. വചനം പറഞ്ഞു എന്ന് കേട്ട്, ജെറുസലേം, എന്നെയും നിങ്ങളെ നോക്കിയിട്ട് സ്വർഗം വിളിക്കുകയാണ്, പറയുകയാണ്, നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. മോനെ, കർത്താവ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം നീ മാറ്റാനാ കർത്താവ് പറയുന്നത്. ഏതെല്ലാം വിഷയങ്ങളെ കുറിച്ചാ മോളെ നീ ദുഃഖിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് നിന്റെ ദുഃഖത്തിന്റെ കാരണങ്ങൾ? എന്തൊക്കെയാണ് നിന്റെ സങ്കടത്തിന്റെ കാരണങ്ങൾ? എന്തൊക്കെയാണ് നിന്റെ ജീവിതത്തെ വല്ലാതെ കണ്ട് ഭാരപ്പെടുത്തുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമായ വിഷയങ്ങൾ? നിന്നെ പീഡിപ്പിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? നിന്റെ സ്വസ്ഥതയും സമാധാനവും തല്ലിക്കടത്തുന്ന ജീവിതത്തിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം വചനം പറയുന്നത് കേട്ട് അതെല്ലാം മാറ്റിയിട്ട്, ആ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെയും സൗന്ദര്യം, ആ മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ദൈവത്തിന്റെ മഹത്വം ഇതാ നിന്റെ മേൽ കടന്നു വരുന്ന സമയമാണിത്. അതുകൊണ്ട് ദുഃഖത്തിന്റെയും നിരാശയുടെയും ആകുലതയുടെയും സ്വയം ശപിക്കലിന്റെയും ഒക്കെ ആ മനോഭാവങ്ങള്, ആ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് ദൈവമഹത്വത്തിന്റെ വസ്ത്രമണിയുന്ന സമയമാണിത് മക്കളെ. ഇതാ മഹത്വീകരിക്കപ്പെട്ടവനായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇതാ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്ന സമയം. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്ന സമയമാണ് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങൾ. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ വേദനകളിലേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ തീരാ ദുഃഖങ്ങളിലേക്കും ജീവിതത്തിന്റെ അസ്വസ്ഥതകളിലേക്കും അസമാധാനത്തിലേക്കും ഈശോയെ നിന്റെ മഹത്വം ഇറങ്ങി വരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, തമ്പുരാനെ, നിന്റെ മഹത്വം ഒന്ന് വെളിപ്പെട്ടിരുന്നെങ്കിൽ, നിന്റെ കരുണയൊന്ന് വെളിപ്പെട്ടിരുന്നെങ്കിൽ, നിന്റെ സ്നേഹമൊന്ന് ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടിരുന്നെങ്കിൽ, പണ്ടേ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈശോയെ, കണ്ണുനീരോടുകൂടി തന്നെയാ പ്രാർത്ഥിക്കുന്നത്, വേദനയോടുകൂടി തന്നെയാ നിന്നെ വിളിക്കുന്നത്. ഹൃദയത്തിൽ മനസ്സിലൊക്കെ വല്ലാത്ത ഭാരം പേറിക്കൊണ്ട് തന്നെയാ ഈശോയെ നിന്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നിന്റെ മഹത്വം ഇപ്പോൾ ഞങ്ങളുടെ മേൽ നീ വെളിപ്പെടുത്തണമേ. ഈശോയെ, നിന്റെ മഹത്വം ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ.
ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളിലേക്ക് നിന്റെ മഹത്വം വർഷിക്കണമേ. അങ്ങനെ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും നിരാശയുടെയും സങ്കടത്തിന്റെയും വസ്ത്രം മാറ്റാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ച് വിശ്വസിക്ക്. ഇത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. മോളെ വിശ്വസിക്ക്. നിന്റെ രോഗങ്ങളിലേക്ക്, നിന്റെ തകർച്ചകളിലേക്കും, നിന്റെ മനസ്സിന്റെ നൊമ്പരങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരുന്ന, വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിന്റെ നിമിഷങ്ങളാണിത്. കർത്താവേ, ഈ മഹത്വം എന്നിലേക്ക് നീ ഇറക്കണമേ. എന്റെ കുടുംബത്തിലേക്ക് നിന്റെ മഹത്വം വർഷിക്കണമേ. തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങളിലേക്ക് ദൈവമേ നിന്റെ മഹത്വം വർഷിക്കണമേ. കർത്താവേ, നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നിന്റെ മഹത്വം വർഷിക്കണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക്, ഞങ്ങളുടെ ആകുലപ്പെട്ടിരിക്കുന്ന മനസ്സിന്റെ അസ്വസ്ഥതകളിലേക്ക് ദൈവമേ നിന്റെ മഹത്വം നീ വർഷിക്കണമേ എന്ന് എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ച് കരങ്ങളെ രണ്ടും തുറന്ന് ഈശോയിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിലേക്ക് നോക്ക്. എന്നിട്ട് പറ, തമ്പുരാനെ നിന്റെ മഹത്വം എന്നിലേക്ക് വർഷിക്കാൻ പറ. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുമ്പോ, മഹത്വത്തോടുകൂടി കർത്താവ് എഴുന്നള്ളിയിരിക്കുമ്പോ പറ, ഈശോയെ ഈ മഹത്വം എന്റെ ജീവിതത്തിലേക്കും എന്റെ കുടുംബത്തിലേക്കും ഈ നിമിഷം ഇറങ്ങി വരട്ടെ. ലാസറിന്റെ കല്ലറയുടെ മേൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വമില്ലേ, അതേ മഹത്വം കർത്താവേ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ നീ വെളിപ്പെടുത്താൻ പറ. ബത്സേദ കുളക്കടവിലേക്ക് വെളിപ്പെട്ടിറങ്ങിയ ദൈവത്തിന്റെ മഹത്വമില്ലേ, 38 വർഷക്കാലം തളർവാദം ബാധിച്ച് കടന്നവന്റെ മേൽ പ്രവർത്തിച്ച ദൈവമഹത്വം, അതേ മഹത്വം കർത്താവേ ഇപ്പോൾ എന്നിലേക്ക് നീ കടന്നു വരാൻ പറയണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോ യാചനയോടെ നിൽക്കാം. വേദനകളും സങ്കടങ്ങളൊക്കെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. മോനെ ഈ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിന്റെ ഹൃദയത്തെ വല്ലാതെ കണ്ട് സ്വാധീനിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്കും ദൈവം ഇറങ്ങി വരുന്ന സമയമല്ലേ. ആ പ്രത്യാശയോടെ പ്രാർത്ഥിച്ച്, ആ പ്രതീക്ഷയോടെ ദൈവത്തെ വിളിച്ച്, എന്റെ ദൈവമേ നീയല്ലാതെ ഈ ഭൂമിയിൽ എനിക്കാരാ ഉള്ളത്? സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, ദൈവമേ സ്വർഗത്തിലും നീയല്ലാതെ മറ്റാരെനിക്കുണ്ട്? നീ മാത്രമാണ് എൻ്റെ അഭയം, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവേ, നീ മാത്രമേ ഇനി ഞങ്ങൾക്ക് പ്രത്യാശിക്കാനുള്ളൂ, നീ മാത്രമേ ഞങ്ങളെ സഹായിക്കാനുള്ളൂ, നീ മാത്രമേ ദൈവമേ ഞങ്ങളെ ഒന്ന് കൈപിടിക്കാനുള്ളൂ. ഞങ്ങള് ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥകളുടെ നടുവിലാണ്, എല്ലാം പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ, എല്ലായിടത്തും നഷ്ടങ്ങളും തകർച്ചകളും ഒക്കെ മാത്രം. ദൈവമേ നിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ നീ അനുവദിക്കണമേ. ഈ നിമിഷങ്ങളിൽ നിന്റെ മഹത്വത്തിന്റെ കരം നീട്ടണമേ, നിന്റെ സ്നേഹത്തിന്റെ കരം വെക്കണമേ. നിന്റെ വിശുദ്ധീകരിക്കുന്ന, അഭിഷേകം ചെയ്യുന്ന കരം, സുഖപ്പെടുത്തുന്ന കരം ഈശോയെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ എല്ലാ മക്കളും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. നീ എൻ്റെ മകനല്ലേ, കരങ്ങൾ മാറോട് ചേർത്ത് എൻ്റെ മകളല്ലേ, ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കി കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ,
മോളെ മോനെ, നിന്റെ ചങ്കുപിട എന്നൊരു ദൈവം ഈ അൾത്താരയിലുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. അതുകൊണ്ട് ഈശോ പറയുന്നത്, നീ കരയരുതെന്ന്. നിന്റെ ദുഃഖത്തിന്റെ വിലാപത്തിന്റെ വസ്ത്രം അഴിച്ചു മാറ്റാൻ ഈശോ പറഞ്ഞില്ലേ? നിന്റെ നിരാശയുടെ, ആകുലതകളുടെ, അഹങ്കാരത്തിന്റെ, അശുദ്ധിയുടെ ഒക്കെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാനല്ലേ ഈശോ പറഞ്ഞത്? നിന്റെ മനസ്സ് പിടയുന്നതും ജീവിതം ഭാരപ്പെടുന്നതും നൊമ്പരപ്പെടുന്നതും നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞതൊക്കെ നിന്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളാ മോളെ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം സങ്കടങ്ങളാ മോനെ നിന്റെ ജീവിതത്തെ അലട്ടുന്നത്. അല്ലാതെ കണ്ട് ഭാരം അനുഭവിക്കുന്നില്ലേ? ഇതാ ഈശോ പറയുന്നത് കേൾക്ക്. ഇതാ യേശുവിന്റെ സ്നേഹമാണ്, യേശുവിന്റെ സാന്നിധ്യമാണ് നിന്നിലേക്ക് ഇറങ്ങി വരുന്നത്. ആ മഹത്വമാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് സൗഖ്യമായിട്ട് ഇതാ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശ്വാസത്തിൽ ഈശോയെ, എൻ്റെ മനസ്സിന് സൗഖ്യം തരാൻ പറ, എൻ്റെ ആത്മാവിന് സൗഖ്യം തരാൻ പറ, എൻ്റെ ശരീരത്തിന് വേണ്ട സൗഖ്യം തരാൻ പറ. ദൈവമേ, നിന്റെ മഹത്വം എന്നിലേക്ക് ഇറങ്ങി വരട്ടെ. ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. നീ അറിയാതെ നിദ്രയിൽ പോലും കൂടെയിരുന്നു ഞാൻ കാവലാകാം. ആമേൻ. നീ അറിയാതെ നിദ്രയിൽ പോലും കൂടെയിരുന്നു ഞാൻ കാവലാകാം. നീ അകന്നിടുന്ന നേരത്തു ഞാൻ നിന്റെ നിഴലായി കൂടെ വരാ. നീ അകന്നിടുന്ന നേരത്തു ഞാൻ നിന്റെ നിഴലായി കൂടെ വരാ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ല. നിന്നെ താങ്ങുന്നൊരു ദൈവം നിന്റെ കൂട്ടിനുണ്ട്. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വളരെ ശാന്തമായി നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ്, ചിന്തകളെല്ലാം ഈശോയിലേക്കൊന്ന് ചേർത്ത് വെച്ച് തമ്പുരാനോട് നിങ്ങളുടെ വേദനകളൊക്കെ ഒന്ന് പറഞ്ഞേ. മോളെ മോനെ, നിന്നെ അലട്ടുന്ന വിഷയം എന്തൊക്കെ ഈശോയോട് പറ. ജോലിയില്ലാത്തതിൻ്റെ വേദന നിനക്കുണ്ടോ? തമ്പുരാനോട് പറ, തമ്പുരാൻ, എനിക്ക് ഈ ഭാരം എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ സമപ്രായക്കാർക്കൊക്കെ നല്ല ജോലിയും ജീവിതമൊക്കെ അതുപോലെ സെറ്റിലായി, എൻ്റെ ജീവിതം മാത്രം ഒന്നും ആയില്ല. മറ്റുള്ളവരുടെ വാക്കുകൾ, കുത്തുവാക്കുകൾ, പരിഹാസ വാക്കുകളൊക്കെ ഒത്തിരി എന്നെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്തതിൻ്റെ നൊമ്പരമുണ്ടോ? ഈശോയെ, മക്കളെ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാര് രക്ഷീകൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. മോളെ, നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ അറിയുന്ന ഒരു ദൈവം ഈ അൾത്താരയിലുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ളൊരു ദൈവം ഈ അൾത്താരയിലുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, സാമ്പത്തിക വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞുപോയൊരു ഇതിനകത്തുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവിലായിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. തമ്പുരാനെ, യാതൊരു വിധത്തിലും അടച്ചു വീട്ടാൻ പറ്റാത്തത്ര ബാധ്യതകളുടെ നടുവിലായിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കുടുംബ ബന്ധങ്ങൾ ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ചില അവസ്ഥകൾ, കുടുംബത്തിൽ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം പേറുന്നവരുണ്ടാകാം. മോളെ, നിന്റെ അവസ്ഥകൾ ഈശോയോട് പറ. മോനെ, നിന്റെ അവസ്ഥകൾ പറ. നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലേ? നിന്നെ ആരും സ്നേഹിക്കാനില്ലേ? എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത്? എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ല എന്ന് തോന്നുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളല്ലേ നീ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? എൻ്റെ ജീവിതം ഇങ്ങനെയായി, എൻ്റെ കുടുംബം ഇങ്ങനെയായി, എൻ്റെ ഭർത്താവ് ഇങ്ങനെ, മക്കൾ ഇങ്ങനെ എന്നൊക്കെ നീ ഉള്ളുകൊണ്ട് ഈ നിമിഷം ചോദിക്കുന്നുണ്ടാകാം. മോളെ മോനെ, നിന്റെ കർത്താവിൽ നിനക്ക് പ്രതീക്ഷയുണ്ട്.
ഈശോയിൽ നിനക്ക് പ്രത്യാശിക്കാൻ വകുപ്പുണ്ട്. കാരണം ഇത് കർത്താവിൻ്റെ സ്നേഹമാണ്. സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും അസ്തമിക്കാത്ത, അവസാനിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം ഇത് യാൽധാരയിലുണ്ട്. ഈശോയെ, ഈ മക്കളിത് അവരുടെ ഹൃദയം തുറക്കുന്ന സമയമാണ്. ഇവിടെ വേദനകൾ പങ്കുവെക്കുന്ന സമയമാണ്. നീ കാണണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇവിടെ വേദനകളെ കേൾക്കണമേ എന്ന് ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും ഈശോയെ, നീ ഇപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം ചെയ്യണമേ, ഉത്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഈശോയെ, കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? എൻ്റെ കർത്താവേ, നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? സ്നേഹിതർ പോലും ഇന്നെന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി നീ വരുമോ? സ്നേഹിതർ പോലും ഇന്നെന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി നീ വരുമോ? മാറാത്ത സ്നേഹിതനാണു നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ? മാറാത്ത സ്നേഹിതനാണു നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കാരുണ്യരൂപാ വരുമോ? ഈ നിമിഷം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. അവിടുന്ന് എന്നെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ആകാശത്തിലും ഭൂമിയിലും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവിടുന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത്. അവിടുന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ നിന്നും അല്ലെങ്കിൽ പിടിയിൽ നിന്നും രക്ഷിച്ചത്. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. മോനെ വിശ്വസിക്കാം. കർത്താവ് നമ്മളെ ഈ നിമിഷങ്ങളിലൊക്കെ വീണ്ടെടുത്ത നിമിഷങ്ങളായിരുന്നു. കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കുവാൻ ഈശോ നമുക്കായി ഒരുക്കിയ നിമിഷങ്ങളായിരുന്നതല്ല. ഈശോ ഈ നിമിഷങ്ങളിൽ എൻ്റെ കൂടെ ആയിരുന്നു നിന്നെ ആരാധിക്കാൻ നീ ഞങ്ങളെ ക്ഷണിച്ചതിനും വേർതിരിച്ചതിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. ഏതാനും നിമിഷം നിന്നോട് ചേർന്നിരിക്കാൻ നീ ഞങ്ങൾ കൃപ തന്നല്ലോ. ഈ നിമിഷം മക്കളെ, നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്താവോ? ഏതെല്ലാം വിഷയങ്ങളുടെ മേലാണോ കർത്താവിൻ്റെ കരുണ വെളിപ്പെടേണ്ടത്, ഈശോയുടെ ആശീർവാദം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കുന്നിട്ട് പറയും, ഈശോയെ, ഈ വിഷയത്തിൻ്റെ മേൽ നിൻ്റെ ആശീർവാദം ഞങ്ങൾ യാചിക്കുന്നു. ഈ ദിവസക്കാലം കർത്താവെ, നിൻ്റെ ഈ ആശീർവാദം കൊണ്ട് ഞങ്ങളുടെ ഈ വിഷയത്തിൻ്റെ മേൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടാകട്ടെ. ദാനിയേലിനെ സിംഹക്കുഴിയുടെ നടുവിൽ കർത്താവ് പരിപാലിച്ചില്ലേ? അതിന്റെ നടുവിലും കർത്താവ് ദാനിയേലിനെ സംരക്ഷിച്ചില്ലേ? ഈ ദിവസക്കാലം നീ അനുഭവിക്കാൻ പോകുന്ന ജീവിതത്തിന്റെ സകല സിംഹക്കുഴിയുടെ നടുവിലും നിന്നെ പരിപാലിക്കാൻ, വഴി നടത്താൻ ഈ കർത്താവിന് പറ്റും. അതുകൊണ്ട്
ഈശോയെ നീ എന്നെ ആശീർവദിക്കണമേ. എനിക്കറിയില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ദിവസക്കാലം എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നതെന്ന്, എന്തെല്ലാം പ്രതിസന്ധികളാണ് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ആഞ്ഞടിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ഈശോയെ എല്ലാ വിഷയങ്ങളുടെ മേലും നിന്റെ സംരക്ഷണം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ച് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും